എക്സാമിലേക്ക് സ്വാഗതം. നമ്മൾ 10th പ്രിലിംസ് ഫസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. ഒരു കുറച്ച് മാർക്കിൻ്റെ, അതായത് 25 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ചോദ്യം മാത്രം ഞാൻ വായിച്ചു പോകും ആദ്യം. അതിനുശേഷം രണ്ടാമത് ഇതിൻ്റെ ആൻസറിലേക്ക് പോകും. അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഒരു പേപ്പർ പേന എടുത്തിട്ട് തയ്യാറായിട്ട് എക്സാമിന് തയ്യാറാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചുമതല വഹിക്കുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ധനകാര്യ വകുപ്പ്, തുറമുഖ വകുപ്പ്, പൊതുഭരണ വകുപ്പ്, നിയമവകുപ്പ്, ആഭ്യന്തര വകുപ്പ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം, ഉത്തരം ഏതാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അതിന് ലാസ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം: ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനും വിഭജിക്കാമെന്ന് ഹംഫ്രി ഡേവി കണ്ടുപിടിച്ച വർഷം എന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിനകത്ത് ഈ ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരവും കൂടെ ഉണ്ട്. അതായത് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനും വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഹംഫ്രി ഡേവിയാണ്. ഓക്കെ, കണ്ടുപിടിച്ച വർഷമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്, മൂന്നാമത്തെ ചോദ്യം: തന്നിരിക്കുന്ന നദികളെ അവയുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് ചോദ്യം. ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലക്കുടി പുഴ, ചാലിയാർ. അടുത്ത് നാലാമത്തെ ചോദ്യം: അസംഗാർ പ്രൊക്ലമേഷൻ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കൂ, ഉത്തരം കിട്ടി കാണും. അടുത്ത അഞ്ചാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏത് എന്നാണ് ചോദ്യം. ആറാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ചോദ്യങ്ങളാണ്. കുറിച്യർ ലഹള നടന്ന വർഷം 1812. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് കേണൽ ലീഗർ. കുറിച്യർ ലഹളയുടെ നേതാവ് രാമനമ്പി. കുറിച്യരുടെ ജീവിത സംസ്കാരം എന്ന പുസ്തകം എഴുതിയത് കുമാരൻ വയലേരി. ഇതിൽ തെറ്റായത് സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ഇപ്പോഴത്തെ നിലവാരത്തിലുള്ള ചോദ്യത്തിൽ വരുന്നതാണ്. ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ഏഴാമത്തെ ചോദ്യം: തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആര്? എട്ടാമത്തെ ചോദ്യം: കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം: EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏത്? പത്താമത്തെ ചോദ്യം: വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത് ആര്? 11ാമത്തെ ചോദ്യം: പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം എന്ന്? 12ാമത്തെ ചോദ്യം: തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏത്? 13ാമത്തെ ചോദ്യം: ചേരുംപടി ചേർക്കുക. ഓക്കെ, ഇപ്പോൾ ഓരോ വ്യക്തികളുടെ അമൃത പ്രീതം ബംഗാളി, കമലേശ്വർ പഞ്ചാബി, നരേന്ദ്രനാഥ് ഹിന്ദി, നരേന്ദ്രനാഥ് മിത്ര ഹിന്ദി, ലളിതാംബിക അന്തർജനം മലയാളം. ഓക്കെ, അപ്പോൾ ഓരോ വ്യക്തികളും അവരെ എഴുതിയിരുന്ന ഭാഷയുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചേരുംപടി ചേർക്കുക എന്നാണ്. ഏത് ഭാഷ, അമൃതപ്രീതം ഏത് ഭാഷയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആൻസർ എഴുതാൻ ശ്രമിക്കുക. അടുത്ത 14ാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര സമാധാന വർഷം ഏത് എന്നാണ് ചോദ്യം. 15ാമത്തെ ചോദ്യം: ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? 16ാമത്തെ ചോദ്യം: പ്രത്യക്ഷ രക്ഷാ ദീപസഭ സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദ്യം. 17ാമത്തെ ചോദ്യം: ജെറ്റ് വിമാനം സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? 18ാമത്തെ ചോദ്യം: സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് ഏത്? 19ാമത്തെ ചോദ്യം: ഏഷ്യയുടെ രോഗി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് രാജ്യമാണ്? 20ാമത്തെ ചോദ്യം: സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം ഏത്? 21ാമത്തെ ചോദ്യം: മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏതാണ്? 22ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര്? 23ാമത്തെ ചോദ്യം: കാർഷിക ആദായ നികുതി നിർത്തലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? 24ാമത്തെ ചോദ്യം: കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? 25ാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഉത്തരങ്ങൾ നോക്കാം. ഓക്കെ,
ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി വി ഡി സതീശൻ ചുമതല വഹിക്കുന്ന വകുപ്പുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും, ജസ്റ്റ് ഒന്ന് വായിച്ചവർക്ക് കിട്ടും. എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണ്? ആഭ്യന്തര വകുപ്പാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആഭ്യന്തര വകുപ്പ് ആരാണ്? രമേശ് ചെന്നിത്തല, RC. ഓക്കെ, രമേശ് ചെന്നിത്തല അഥവാ RC, അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. ബാക്കിയെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? വി ഡി സതീശനാണ്. കേരളത്തിൻ്റെ 13ാമത്തെ വ്യക്തി, മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് വി ഡി സതീശൻ. മണ്ഡലം ചോദിച്ചാൽ പറവൂർ മണ്ഡലം, പറവൂർ. ഓക്കെ, പറവൂർ ഏത് ജില്ലയാണ്? എറണാകുളം ജില്ലയാണെന്ന്. എറണാകുളം ജില്ലയിലാണ് പറവൂർ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, മറന്നു പോകരുത്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനും ഓക്സിജനും വിഭജിക്കാമെന്ന് ഹംഫ്രി ഡേവി കണ്ടുപിടിച്ച വർഷം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1806. ഓക്കെ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എങ്ങനെയാണ്? താഴെ തന്നിരിക്കുന്ന നദികളെ അവയുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇതിനകത്ത് ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, പെരിയാർ ഏറ്റവും നീളം കൂടിയ നദിയാണ്. പെരിയാർ 244 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പമ്പ 176, അങ്ങനെ ചാലിയാറ്, ചാലക്കുടി പുഴ അങ്ങനെയാണ് വരുന്നത്. കൃത്യമായിട്ട് പഠിക്കുക, നദികളുടെ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, 4ാം ചോദ്യം: അസംഗാർ പ്രഖ്യാപനം. കേട്ടിട്ടില്ലാത്തൊരു ഓർത്ത് വയ്ക്കുക. അസംഗാർ പ്രഖ്യാപനം ഏത് കലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ശിപായി ലഹളയാണ്. ഓപ്ഷൻ സി ആണ്, ശിപായി ലഹളയുമായി ബന്ധപ്പെട്ടാണ് അസംഖാർ പ്രഖ്യാപനം. ഓക്കെ, 1857 അസംഖാർ പ്രഖ്യാപനം നടന്ന വർഷം ചോദിച്ചാൽ 1857 ഓഗസ്റ്റ് 25-നാണ്. 1857 ഓഗസ്റ്റ് 25-നാണ് അസംഖാർ പ്രഖ്യാപനം നടന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഡൽഹി ഗസറ്റിലാണ്. ഇതിലാണ് ഡൽഹി ഗസറ്റ്. ഓക്കെ, ആരാണ് പബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ ഫിറോസ് ഷാ. ഫിറോസ് ഷാ ആരാണ് പബ്ലിഷ് ചെയ്തത്? ഫിറോസ് ഷാ എന്ന് ഓർത്ത് വയ്ക്കുക, ഫിറോസ് ഷാ. ഓക്കെ, ഫിറോസ് ഷായാണ് പബ്ലിഷ് ചെയ്തത്. ഏതിലാണ് ആദ്യമായി പബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ ഡൽഹി ഗസറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക, ഡൽഹി ഗസറ്റ്. ഓക്കെ, ഡൽഹി ഗസറ്റ്, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത് 5ാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം, ചോദ്യം ശ്രദ്ധിച്ചോണം, കത്തുന്ന വാതകം എന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹൈഡ്രജൻ. കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ചോദിച്ചാൽ ഓക്സിജൻ. ഓക്കെ, കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്നത് ഓക്സിജനുമാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം എന്താണ് ശരിയായിട്ട് തോന്നുമെങ്കിൽ ഇവിടെ ഒരു തെറ്റുണ്ട്. എന്താണ് ഏതാണ് ഉത്തരവെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, 2 മാത്രം. ഓക്കെ, 2 മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് കുറിച്ചിലകളാണെന്ന വർഷം 1812 ശരിയാണ്. അടുത്ത നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ കേണൽ ലീഗൽ അല്ല. ആരാണ് ഏർപ്പെടുത്തിയത്? തോമസ് വാർഡനാണ്. ആരാണ്? തോമസ് വാർഡൻ. ഓർത്ത് വയ്ക്കുക, തോമസ് വാർഡൻ. ഓക്കെ, അവിടെ ഇതാണ് തെറ്റായിട്ട്, തോമസ് വാർഡൻ. ഓക്കെ, അടുത്ത കുറിച്ചിലകളുടെ നേതാവ് രാമനമ്പിയാണ്. ശരിയാണ്. കുറിച്ചിയുടെ ജീവിതവും സംസ്കാരം എന്ന പുസ്തകം എഴുതിയത് കുമാരൻ വൈലേരിയാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്കാം. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആര് എന്നാണ് ചോദ്യം. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ഓപ്ഷൻ ബി ആണ് ഉത്തരം, റാണി ഗൗരി ലക്ഷ്മിഭായ്. മറന്നു പോകരുത്, റാണി ഗൗരി ലക്ഷ്മിഭായ്. ഓക്കെ, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചത് വർഷമായിരുന്നു ചോദിച്ചത്. 1812 ഡിസംബർ 5 അപ്പോൾ ആ വർഷമായിരുന്നു ചോദിച്ചത്. ആദ്യമായിട്ട് ചോദിച്ചത് ഒരു DC എക്സാമിനാണ് ചോദിച്ചത്. അപ്പോൾ തിരുവിതാംകൂർ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ചോദിച്ചാൽ റാണി ഗൗരി ലക്ഷ്മിഭായ് ആണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 8ാമത്തെ ചോദ്യം: കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട്. ഓപ്ഷൻ സി. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന കീഴരിയൂർ ബോംബ് കേസ് 1942 നടന്നത്. ഡോക്ടർ KP മേനോനാണ് ഇതിൻ്റെ നേതാവ് എന്നൊക്കെ നമ്മളെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 9ാമത്തെ ചോദ്യം: EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി അനന്തരം നീലേശ്വരമാണ്. ഏത് മണ്ഡലം? നീലേശ്വരം. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട് എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം നീലേശ്വരമാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത 10ാമത്തെ ചോദ്യം: വിപ്ലവകാരിയുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സർ ഹുഗ്രോസ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഓക്കെ, മണികർണിക എന്നറിയപ്പെടുന്ന ഝാൻസി റാണി. ഓക്കെ, ചപേലി എന്നറിയപ്പെടുന്ന ഝാൻസി റാണി. അടുത്ത്
11ാം ചോദ്യം പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം എന്ന് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം 1882. അടുത്ത ചോദ്യം തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. നടന്ന വർഷം 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. എന്താണ്? ഗാന്ധി ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധി ഇന്ത്യ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ ബീഹാർ എന്ന് ഓർത്ത് വയ്ക്കുക. 13ാം ചോദ്യം ചേരും പടി ചേർക്കുക. നേരത്തെ പറഞ്ഞു ഒരു വ്യക്തികളും അവരെഴുതിയിരുന്ന ഭാഷകളുമാണ് ചോദിച്ചത്. അമൃത പ്രീതം ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത്? പഞ്ചാബി ഭാഷയിലാണ് കേട്ടോ. അമൃത പ്രീതം പഞ്ചാബി ഭാഷ. അപ്പോൾ ഇതിൽ ഒരിതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ലളിതാംബിക അന്തർജനം മലയാളമാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി വരുന്ന എല്ലാം ഉണ്ട്. ഇനി അതിനുശേഷമുള്ള ഈ 3 മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ അമൃത പ്രീതം ഏതാണ്? പഞ്ചാബി ഭാഷയിലാണ് കേട്ടോ. പഞ്ചാബി ഭാഷ വരുമ്പോൾ 1 ബി വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ് ഉത്തരം? കമലേശ്വർ ഏത് ഭാഷയിലാണ്? 2 സി ആണ് വരുന്നത്. ഓക്കെ, ഹിന്ദിയാണ്. ഓക്കെ, നരേന്ദ്രനാഥ മിത്ര ഏത് ബംഗാളി ഭാഷയിലാണ്? ലളിതാംബിക ദർശനം മലയാളം. അടുത്ത ചോദ്യം 14ാം ചോദ്യം അന്താരാഷ്ട്ര സമാധാന വർഷം എന്നാണ് ചോദ്യം. അന്താരാഷ്ട്ര സമാധാന വർഷം ഏതാണ്? 2021. ഓക്കെ, ഇപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ നടക്കൊണ്ടാണ് ആ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയത്. അന്താരാഷ്ട്ര സമാധാന വർഷം 2021. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം ക്ഷേത്ര പ്രവേശന വിളംബരം. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ. കേരളത്തിൽ തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജാവായ ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത 16ാമത്തെ ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമല്ലേ. ആരാണ്? ഓപ്ഷൻ എ ആണ് കുമാരഗുരുദേവൻ. PRDS പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ഇരവിപേരൂർ പത്തനംതിട്ടയിലാണ് പഠിച്ചിട്ടുണ്ട്. അടുത്ത 17ാമത്തെ ചോദ്യം ജെറ്റ് വിമാനം സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് എന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനം സഞ്ചരിക്കുന്ന ഇതാണ് അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. 18ാം ചോദ്യം ശ്രദ്ധിക്കുക സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം മിസ്ട്രൽ. ഓക്കെ, കാറ്റുകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത് 19ാം ചോദ്യം ഏഷ്യ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഏഷ്യയുടെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻ ഡി ആണ് മ്യാൻമർ ആണ്. 20ാം ചോദ്യം സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം ഏത് എന്നാണ് ചോദ്യം. ചുരങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം നാഥുല ചുരം. അടുത്ത 21ാമത്തെ ചോദ്യം മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം നർമ്മദ. ഓക്കെ, അടുത്ത് 22ാം ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം MS സ്വാമിനാഥൻ. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. അടുത്ത 23ാമത്തെ ചോദ്യം കാർഷിക ആദായ നികുതി നിർത്തലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കർണാടക സംസ്ഥാനം. ഓക്കെ, കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി ആരാ? DK ശിവകുമാർ. ഓർത്തുവയ്ക്കുക, DK ശിവകുമാർ. 24ാമത്തെ ചോദ്യം കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 140 നിയമസഭാ സീറ്റുകൾ. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 9 സീറ്റുകളെന്ന് ഓർത്തുവയ്ക്കുക. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 20 ലോക്സഭാ സീറ്റ് എന്നുകൂടി ഓർത്തുവയ്ക്കുക. ക്ലിയർ? ഓക്കെ, അടുത്ത 25 ചോദ്യം കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം മണിയാർ ഏത് ജില്ലയാണ്? പത്തനംതിട്ട ജില്ലയാണെന്നും കൂടി ഓർത്തുക. പത്തനംതിട്ട ജില്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയത്? 25ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു എക്സാമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.